ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. സർഗാത്മകതയുടെയും സംസ്കാരത്തിന്റെയും പ്രതീകമാണ് വേവ്സ് ഉച്ചകോടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. തിരുവനന്തപുരത്ത് കനത്ത സുരക്ഷ. ഇന്ത്യയിൽ നിന്ന് ഭീകരവാദം തുടച്ചു നീക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കൃത്യമായ മറുപടി നൽകുമെന്നും കേന്ദ്രമന്ത്രി. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി തള്ളി. വോട്ടെടുപ്പ് സുഗമമാക്കാനും വോട്ടർ പട്ടികയുടെ കൃത്യത മെച്ചപ്പെടുത്താനും പുതിയ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോക ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025 സംസ്കാരത്തിന്റെയും സർഗാത്മകതയുടെയും ആഗോള പാരസ്പര്യത്തിന്റെയും തരംഗം സൃഷ്ടിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ വേവ്സ് ഉച്ചകോടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ, നിക്ഷേപകർ, നയരൂപകർത്താക്കൾ തുടങ്ങിയവർ ഒരു വേദിയിൽ അണിനിരക്കുന്ന വേവ്സ് ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കലാകാരന്മാരുടെയും സ്രഷ്ടാക്കളുടെയും നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആഗോള പ്ലാറ്റ്ഫോമാണ് വേവ്സ് എന്നും അദ്ദേഹം പറഞ്ഞു. वेव्स एक ऐसा ग्लोबल प्लेटफॉर्म है जो आप जैसे हर आर्टिस्ट, हर क्रिएटर का है, जहां हर कलाकार, हर युवा एक नए आइडिया के साथ क्रिएटिव वर्ल्ड के साथ जुड़ेगा. ചലച്ചിത്ര നിർമ്മാണം, ഡിജിറ്റൽ കണ്ടന്റ്, ഗെയിമിംഗ്, ഫാഷൻ, സംഗീതം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധാകേന്ദ്രമായി രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. മുംബൈയിൽ നടക്കുന്ന വേവ്സ് ഉച്ചകോടിയിൽ ലൈവ് ഇവന്റ്സ് എക്കോണമി എ സ്ട്രാറ്റജിക് ഗ്രോത്ത് ഇമ്പരേറ്റീവ് എന്ന പേരുള്ള ഇന്ത്യയുടെ ധവളപത്രം കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ശനിയാഴ്ച പുറത്തിറക്കും. ലൈവ് എന്റർടൈൻമെന്റ് വ്യവസായത്തിന്റെ വളർച്ചാ പാതകൾ, തന്ത്രപരമായ ശുപാർശകൾ എന്നിവയുടെ സമഗ്രമായ വിശകലനമാണ് ധവളപത്രത്തിലുള്ളത്. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയമാണ് ധവളപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നാളെ നാടിന് സമർപ്പിക്കും. രാവിലെ 11-ന് വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, മന്ത്രിമാർ, ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ട്രയൽ റൺ ആരംഭിച്ച് 10 മാസങ്ങൾക്കിടെ 285 കപ്പലുകളാണ് വിഴിഞ്ഞത്തെത്തിയത്. രാജ്യത്തെ തന്നെ ഒന്നാമത്തെ തുറമുഖമായി മാറാനുള്ള കുതിപ്പിലാണ് വിഴിഞ്ഞം. അല്പസമയത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തും. രാജ്ഭവനിൽ തങ്ങിയ ശേഷമായിരിക്കും അദ്ദേഹം നാളെ വിഴിഞ്ഞത്തെത്തുക. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്നവർ തിരിച്ചറിയൽ രേഖകൾ നിർബന്ധമായും കൈവശം കരുതണമെന്ന് സർക്കാർ നിർദ്ദേശം. ക്ഷണമുള്ളവർ 9 മണിക്ക് മുമ്പ് തന്നെ അനുവദിക്കുന്ന സ്ഥലത്ത് ഹാജരാകണം. SPG ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്ത് കനത്ത സുരക്ഷ. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളാണ് വിഴിഞ്ഞത്ത് ഒരുക്കിയിരിക്കുന്നത്. 4200ഓളം പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. കടലിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ കപ്പലുകളിൽ സുരക്ഷയൊരുക്കും. കൂടാതെ വ്യോമസേനയുടെ പ്രത്യേക വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സുരക്ഷയ്ക്കായി വിന്യസിക്കും. പൊതുജനങ്ങൾക്ക് ചടങ്ങ് വീക്ഷിക്കുന്നതിന് ഉദ്ഘാടന വേദിക്ക് ഇരുവശത്തുമായി പവലിയനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 10 മണിവരെയും നാളെ രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ഗതാഗത നിയന്ത്രണം. വോട്ടർ പട്ടികയുടെ കൃത്യത മെച്ചപ്പെടുത്താനും വോട്ടെടുപ്പ് കൂടുതൽ സുഗമമാക്കാനും പുതിയ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BLOമാർക്ക് തിരിച്ചറിയൽ കാർഡ്, വോട്ടർ സൗഹൃദ സ്ലിപ്പുകൾ, മരണ രജിസ്ട്രേഷൻ ഡാറ്റ ഉപയോഗപ്പെടുത്തി വോട്ടർ പട്ടിക പുതുക്കൽ എന്നിവയാണ് പുതിയ നടപടികൾ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ ജ്ഞാനേഷ് കുമാർ അവതരിപ്പിച്ച നിർദ്ദേശങ്ങൾക്കനുസൃതമായാണ് നടപടി. ഏപ്രിൽ മാസത്തെ ചരക്ക് സേവന നികുതി വരുമാനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 2.37 ലക്ഷം കോടി രൂപയായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 12.6% വർധനയാണ് ഉണ്ടായത്. 2024 ഏപ്രിലിൽ GST വരുമാനം 2.10 ലക്ഷം കോടി രൂപയായിരുന്നു.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി പരിഗണിക്കാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. നിലവിലെ നിർണായക സാഹചര്യത്തിൽ ഇത്തരം നടപടികൾ സായുധ സേനയുടെ മനോവീര്യം തകർക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ഇതിനെ തുടർന്ന് 3 ജമ്മു കാശ്മീർ നിവാസികൾ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പിൻവലിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരയാക്കപ്പെട്ടവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ദുഃഖം രാജ്യത്തിന്റെ ദുഃഖമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയിൽ നിന്ന് ഭീകരവാദം തുടച്ചു നീക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബോഡോ നേതാവ് ബോഡോഫ ഉപേന്ദ്രനാഥ് ബ്രഹ്മയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കൃത്യമായ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. मैं आज उन सभी आतंक की भेंट चढ़ने वाले हमारे नागरिकों को, उनके परिवारजनों को कहना चाहता हूं, एक क्षति सिर्फ आपकी क्षति नहीं है, आपके जितना ही दर्द देश के हर नागरिक के दिल में है. मैं सभी आतंक फैलाने वालों को कहना चाहता हूं कि लड़ाई का अंत नहीं है. हर व्यक्ति को चुन चुन कर जवाब भी मिलेगा, जवाब भी लिया जाएगा. പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചതിന് വ്യോമസേന ഉപമേധാവി എയർ മാർഷൽ സുജിത് പുഷ്കർ ധർക്കറിനെ പുറത്താക്കിയതായുള്ള സമൂഹമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പാകിസ്ഥാൻ അനുകൂല അക്കൌണ്ടുകൾ ഇത്തരം പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നതായി PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ബാഡ്മിന്റൺ ചാമ്പ്യന്മാരായ ചിരാഗ് ഷെട്ടി, സ്വാതിക് സായിരാജ്, രംഗി റെഡ്ഡി എന്നിവർക്ക് 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം സമ്മാനിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിലാണ് അവാർഡ് നൽകിയത്. താരങ്ങളുടെ സമർപ്പണത്തിനുള്ള അംഗീകാരമാണ് പുരസ്കാരമെന്ന് ശ്രീ മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നോർവേ സന്ദർശനം പൂർത്തിയായി. 25 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ വാണിജ്യമന്ത്രി നടത്തുന്ന ആദ്യ സന്ദർശനമായിരുന്നു ഇത്. നോർവേയുടെ രാഷ്ട്രീയ വ്യാപാര നേതൃത്വവുമായുള്ള ഇടപെടലുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിശ്വാസത്തിന്റെയും വളർച്ചയുടെയും ഒരു പുതിയ ഘട്ടത്തിന് വഴിയൊരുക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മുംബൈ ആക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയുടെ ശബ്ദ കൈയക്ഷര സാമ്പിളുകൾ രേഖപ്പെടുത്താൻ ദേശീയ അന്വേഷണ ഏജൻസിക്ക് അനുമതി നൽകി ഡൽഹി കോടതി. കേന്ദ്ര അന്വേഷണ ഏജൻസി സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ച് പ്രത്യേക NIA ജഡ്ജി ചന്ദർജിത് സിംഗാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. 18 ദിവസത്തെ റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച റാണയുടെ കസ്റ്റഡി കാലാവധി 12 ദിവസത്തേക്ക് കോടതി നീട്ടിയിരുന്നു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനിടെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊറിയയുടെ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും ശ്രീ ജയശങ്കർ നന്ദി പറഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയുമായും ജയശങ്കർ ഇന്നലെ ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. ചാർധാം യാത്രയുടെ ഭാഗമായി ഉത്തരാഖണ്ഡ് DGP ദീപം സേത്ത് ബദ്രിനാഥ് സന്ദർശിച്ചു. യാത്രാപാതയിലെ സുരക്ഷ, ഗതാഗതം തുടങ്ങിയവ അവലോകനം ചെയ്യുന്നതിനാണ് സന്ദർശനം. ഞായറാഴ്ച മുതൽ ബദ്രിനാഥ് ധാം ഭക്തർക്കായി തുറക്കുന്ന സാഹചര്യത്തിലാണ് പരിശോധന. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഇന്ന് ശ്രദ്ധേയമായ 9 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു. ആരോഗ്യവും പാരിസ്ഥിതിക സുസ്ഥിരതയും വനിതാ ശാക്തീകരണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2016 മെയ് മാസത്തിൽ PMUI ആരംഭിച്ചത്. മാർച്ച് 1 വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് നിലവിൽ 10.33 കോടി PMUI കണക്ഷനുകൾ ഉണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സർഗാത്മകതയുടെയും സംസ്കാരത്തിന്റെയും പ്രതീകമാണ് വേവ്സ് ഉച്ചകോടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നാടിന് സമർപ്പിക്കും. തിരുവനന്തപുരത്ത് കനത്ത സുരക്ഷ. ഇന്ത്യയിൽ നിന്ന് ഭീകരവാദം തുടച്ചു നീക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കൃത്യമായ മറുപടി നൽകുമെന്നും കേന്ദ്രമന്ത്രി. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. വോട്ടെടുപ്പ് സുഗമമാക്കാനും വോട്ടർ പട്ടികയുടെ കൃത്യത മെച്ചപ്പെടുത്താനും പുതിയ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.